ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഡി ഡി കേക്ക്സ് ആൻഡ് വ്ളോഗിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മിന്നുവിൻ്റെ ഭരതനാട്യത്തിൻ്റെ പ്രാക്ടിക്കൽ എക്സാമിന് പോവാണ്. മഴ ആയതുകൊണ്ടും കുറേ ദൂരമായതുകൊണ്ടും ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്തു. അപ്പോൾ അവൾക്ക് കഴിക്കാനുള്ള സ്നാക്സും വെള്ളം കൊടുത്തോണ്ട് അപ്പോൾ രണ്ടാൾക്കുള്ള വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാൾ ടിക്കറ്റ് വെച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉള്ളിൽ പോയതിന് ശേഷം പേരൻസിനകത്ത് അലോഡല്ല. അപ്പോൾ ഞങ്ങൾ വെളിയിൽ നിൽക്കുകയാണ്. അവളുടെ കുട്ടി ഫ്രണ്ട്സുമായിട്ട് അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവരുടെ മാം വരാണ്. അവർക്കുള്ള ബാഗ് കൊടുത്തിട്ട് അവരങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ നല്ല മഴയാണ് കേട്ടോ, നല്ല തിരക്കും ഉണ്ട്. അപ്പം ഇവിടെ ധീരുവാണ് എന്താ എത്തി നോക്കുന്നത് അറിയത്തില്ല. അപ്പോൾ ചായക്കടയിൽ പോയിട്ട് രാജേട്ടനാണെങ്കിൽ സമോസയും പിന്നെ ചായയും വാങ്ങിച്ചായിരുന്നു. എനിക്ക് ചായ അത്ര ഇഷ്ടപ്പെട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കഴിക്കാൻ പറഞ്ഞപ്പോൾ ഫുഡൊന്നും വേണ്ട. അവിടെ എത്തിയപ്പോൾ ഭയങ്കര വിശപ്പ്. നല്ല ചൂടുള്ള സമോസയാണെങ്കിൽ നല്ലോണം കഴിക്കുന്നുണ്ട്. വയറ് കാലിയാക്കി ഇട്ടിട്ട് വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് എന്ത് കൊടുത്താലും വേണ്ട. അങ്ങനെ പുറത്ത് പോകണമെങ്കിൽ അവിടുത്തെ ഫുഡ് മതി. നിങ്ങളുടെ വീട്ടിലും പിള്ളേർ എങ്ങനെയാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കഴിഞ്ഞ് എത്തിയായിരുന്നു. ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് ലേറ്റാവുമെന്ന് വിചാരിച്ചു. പക്ഷേ പ്രതീക്ഷിച്ചതിനേക്കാളും പെട്ടെന്ന് കഴിഞ്ഞായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ ഫോട്ടോസൊന്നും എടുത്തില്ല. ഇവരുടെ ഗ്രൂപ്പായിട്ട് തരക്കേടില്ലാതെ ചെയ്തതെന്ന് പറഞ്ഞു. കുറേ ടെൻഷനുണ്ട്. പിന്നെ സ്പെക്സ് വെച്ചിട്ട് സ്പെക്സ് മാറ്റിയിട്ട് കഴിക്കുമ്പോൾ അവൾക്കൊരു കോൺഫിഡൻറ്റ് ലെവൽ കുറയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി സ്പെക്സ് ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യാനും മാം പറഞ്ഞായിരുന്നു. അല്ല വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ മാം ഞങ്ങൾക്ക് അയച്ചുതരാമെന്ന് പറഞ്ഞു. പിന്നെ അവരുടെ മുദ്രയിൽ നിൽക്കുന്ന ഫോട്ടോസൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നല്ല മഴ ആയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല വെയിലായിരുന്നു. അങ്ങനെ ഫോട്ടോസൊക്കെ കഴിഞ്ഞിട്ട് അവരെ പാരൻസുമായിട്ടൊക്കെ സംസാരിച്ച് അങ്ങ് നിന്നിട്ട് അതിലൊരു പാരൻ്റ് എല്ലാവർക്കും ജ്യൂസ് കൊടുത്തായിരുന്നു. അതൊക്കെ ധീരു വാങ്ങിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്ത് നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് വന്നു. അപ്പോൾ നേരെ കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു അമ്മ വലിയൊരു ബലൂൺ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോ എടുത്തായിരുന്നു. എന്തായാലും ധീരു ചോദിച്ചില്ല. മലബാർ റെസ്റ്റോറൻറ്റാണ് പോയത്. അപ്പോൾ ചട്ടിച്ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ചട്ടിച്ചോറ് എനിക്കും മെന്നുവിനും രാജുവേട്ടനും ധീരുവിനും ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു, കേരള ബിരിയാണി. അതാണ് ഇഷ്ടം. അതാകുമ്പോൾ എരി കുറവായിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾക്ക് 4 പേർക്ക് അത്യാവശ്യം കറക്റ്റായിട്ടിരുന്നു. ചോറാണെങ്കിൽ അവർ എക്സ്ട്രാ ഒക്കെ തരും. അങ്ങനെ നല്ലോണം ഈ ചട്ടിച്ചോറാണെങ്കിൽ വിലയും കുറവാണ്. പിന്നെ അതിലെല്ലാം ഉണ്ട്. പ്രോണുണ്ട്, ചിക്കനുണ്ട്, ബീഫുണ്ട്, ഫിഷുണ്ട്, മുട്ടയുണ്ട്, എല്ലാം ഉണ്ട്. എന്തായാലും അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം റേറ്റ് ഓക്കെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പോകുമ്പോൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. ഇവർ രണ്ടുപേരുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഞങ്ങളുടെ സ്ഥലത്തെത്തി. അപ്പോൾ എത്തിയതിന് ശേഷം ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.